നമ്മുടെ 4 പറമ്പിന്റെ വിളവെടുത്ത കണക്കാ. കടമുറിയുടെ വാടക, പിന്നെ വെളിച്ചെണ്ണമില്ല കണക്ക് എല്ലാം ഇതിലുണ്ട്. കല്യാണ ചെലവെല്ലാം കഴിഞ്ഞ് 10 ലക്ഷം രൂപയുണ്ട്. ചാരുമോളെ, എന്താ ബാലമാമേ? ഈ കാശുണ്ട്, സൂക്ഷിച്ചു നോക്കെ. വാങ്ങിച്ചോളെ. വാങ്ങുമോളെ. അതെ, എന്താ ഈ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നേ? അല്ല, എന്ത് ചെയ്താലും ആരും ചോദിക്കില്ലെന്നാണോ? ആർക്കെന്ത് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ എനിക്കറിയാം. അതൊന്നും ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. ഞാൻ ഇവിടെ ജീവനോടുള്ളിടത്തോളം കാലം ഇതൊന്നും ഇവിടെ നടക്കില്ല. ഈ കാശ് ഇവളെ ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു ഹേമേ. ഇനി ചാരുമോള ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. വരവ് ചെലവ് കണക്കെല്ലാം ചാരുമോള് നോക്കും. ഇവളാ ഇവിടുത്തെ മൂത്ത മരുമോള്. ഇവളെങ്ങനെ മൂത്ത മരുമോളാകുന്നത്? അരവിന്ദ് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയാ ഈ വീട്ടിലെ മൂത്ത മരുമകള്. അരവിന്ദിനെ കുറിച്ച് നീ ഒരു വാക്കുമിട്ടരുത്. എനിക്കൊരു മകനേ ഉള്ളൂ, അത് ആകാശ. എന്റെ മനസ്സിൽ മൂത്ത മകൻ മരിച്ചുപോയി. കണ്ണടച്ചു പിടിച്ച ലോകം ഇരുട്ടിലാവില്ല മാഷേ. അരവിന്ദ് നിങ്ങളുടെ ശല്യം സഹിക്കാനാവാതെ സമാധാനത്തിന് വേണ്ടിട്ട് ഇറങ്ങിപ്പോയതാ. എന്റെ മോൻ തിരിച്ചു വരും. അവൻ ഓടിപ്പോയതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് കാശും സ്വത്തും കൈക്കലാക്കി പോയവൻ എനിക്ക് മരിച്ചവൻ തന്നെ. ചാരുമോളെ കെട്ടാണ്ട് ഒരുത്തും നടന്നിരുന്നല്ലോ, ബാബുക്കുട്ടൻ. അവനെയൊക്കെ വലിയ ഫ്രോഡാ നിന്റെ മകൻ അരവിന്ദൻ. അവനെ കണ്ടെത്തി കൊണ്ടുവന്ന് ആ സ്വത്തെല്ലാം തിരിച്ചു മേടിച്ച് അവനെ തെരുവിലിറക്കി വിടും ഞാൻ. ഇനി ഇവിടുത്തെ സ്വത്തിനുള്ള അവകാശി എന്റെ ചാരുമോള. എന്നാ ചാരുമോള? വേണ്ട ബാലമാമേ, ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി. ഇത് ഞാൻ വാങ്ങില്ല. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് എല്ലാം നേടിയെടുക്കുന്ന നിന്റെ ഈ അടവുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിക്കും. ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങ്. എന്തിനടി കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? നീ വേണ്ടാന്ന് പറയുമ്പോ ഇദ്ദേഹം നിന്നെ അങ്ങ് നിർബന്ധിക്കും. വാങ്ങുമോളെ വാങ്ങുമോളെ എന്ന് പറഞ്ഞ്. അത് കേൾക്കാനാണല്ലോ നീ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? എടി, നിന്നെ എനിക്കറിയില്ല. ചാരുമോളെ, ഇവര് പറഞ്ഞത് നീ കേക്കണ്ട. ഇത് വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. വാങ്ങടി, വാങ്ങ്. കൊണ്ടുപോയി നിന്റെ പെട്ടിയിൽ ഭദ്രമായിട്ട് വെക്ക്. എന്നിട്ട് ശാന്തപ്പന് കള്ളു കുടിക്കാനും നിന്റെ അനിയത്തിയെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് എടുത്തു കൊടുക്ക്. ബാലമാമേ, കാശിന്റെ തരണ്ട. അയ്യോ മോളെ, ഇവക്കെല്ലാം കൂടെ കൊണ്ടുപോയി ആ ഫ്രോഡ് ഉണ്ടല്ലോ അരവിന്ദൻ, അവനുകൊണ്ട് കൊടുക്കണം. തള്ളയ്ക്ക് മോനും ഒരേ സ്വഭാവം മനസ്സുവാ. ഇവളുടെ കാര്യം വിട്ടേക്ക് മോളെ. ഇനി മോള് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. ദാ വാങ്ങു മോളെ. ബാലം മാമന പറയുന്നത്. മോള് പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ശരി, ചെല്ലേ.
അച്ഛൻ്റെ അടുത്ത് എന്തിനാ അമ്മ വഴക്കിന് പോയേ? അരവിന്ദേട്ടന്റെ കാര്യം പറയുന്നത് അച്ഛന് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? എടി എനിക്കൊരു വിലയും തരാതെ വന്നു കയറിയവളെ ഈ തറവാട്ടിലെ എല്ലാം അവളെ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടോണ്ട് നിക്കണമെന്നാണോ? അവളുടെ കയ്യിൽ ആ കാശ് കൊടുത്തപ്പോ നീ അറിഞ്ഞിരുന്നല്ലോ. അന്നേരം നീ ഒന്നും വന്നില്ലല്ലോ. നിനക്ക് പറയായിരുന്നല്ലോ ആ കാശ് അമ്മയുടെ കൈ കൊടുത്താൽ മതിയെന്ന്. പറഞ്ഞില്ലല്ലോ. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്താണെന്നൊക്കെ എനിക്ക് അറിയാം. അമ്മേ, അച്ഛന്റെ മനസ്സിലേ അമ്മ അരവിന്ദേട്ടനും തെറ്റുകാരി തന്നെയാ. അത് ശരിയാ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതേ അരവിന്ദൻ അളിയനാ. ആ, അമ്മ കാരണം ചാരുവിനും ആകാശിനും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ അച്ഛൻ ചാരുവിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അതെ, അമ്മ ഇപ്പൊ മിണ്ടാതിരിക്കുക വേണ്ടത്. അമ്മ വഴക്കുണ്ടാക്കുന്നതോറും അച്ഛന്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. ഒരിക്കൽ നിന്റെ അച്ഛനെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയവളാ ഞാൻ. ഇപ്പൊ ഞാൻ അങ്ങനെ പേടിച്ച് ജീവിക്കണമെന്നാണോ നീ പറയുന്നേ? നടക്കില്ലടി. മരിക്കേണ്ടി വന്നാലും നിന്റെ അച്ഛന്റെ മുന്നിൽ ഞാൻ തല കുനിക്കില്ല. അപ്പച്ചി, ഈ വീട്ടിലെ അപ്പച്ചിക്ക് പഴയ പോലെ പവർ ഒന്നും ഇപ്പൊ ഇല്ല. അത് ഫ്യൂസായി പോയി. ഡാ, ഈ വീട്ടിൽ എനിക്ക് തന്നെയാടാ പവർ. എന്റെ പവർ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനോ അതോ അവളോ നമുക്ക് നോക്കാം. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടെ ഞാൻ അടങ്ങും. ഒന്ന്, രണ്ട്, മൂന്ന്. ഇന്ന് എണ്ണം കുറവാണല്ലോ. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. ഇതാരാപ്പോ? ഹലോ ജയദേവൻജി, നമസ്കാരം. എന്താ ഈ രാത്രിയില് നൈറ്റ് പിക്കറ്റിംഗ് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ടിക്കറ്റിംഗ് ഒന്നും അല്ലടോ, തനിക്ക് ഓഫർ ചെയ്ത സീറ്റ് ഉറപ്പായിട്ടുണ്ട്. ജയദേവൻജി, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോ ഇപ്രാവശ്യം ഞാൻ വൈസ് പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പല്ലേ? ആദ്യം താൻ ഈ സീറ്റ് ഒന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്ക്. ഒരു 5 രൂപ വേണ്ടി വരും. ഫോം വാങ്ങാനാണോ 5 രൂപ? എടോ, 5 രൂപ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ആടോ.